ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ 8 ഭീകരർ ജയിൽ ചാടിയത് വാർഡനെ കൊലപ്പെടുത്തിയ ശേഷം നിരോധിത സംഘടനയായ സിമി പ്രവർത്തകരാണ് ജയിൽ ചാടിയത്. മനുശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. മനു, എന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഭീകരരുമൊപ്പം സിമി പ്രവർത്തകരുമായ 8 ഭീകരർ ഭോപ്പാൽ സെൻട്രൽ ജയിൽ ചാടിയത്. ഈ കാവൽ ജയിൽ വാർഡനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ 8 ഭീകരരും ജയിൽ ചാടിയത്. ഇവരെ ജയിലിലെ ബി ബ്ലോക്കിലാണ് താമസിപ്പിച്ചിരുന്നത്. ഈ ബി ബ്ലോക്കിൽ നിന്ന് 2 സെല്ലുകളിലായി പാർപ്പിച്ച ഈ 8 പേരും സങ്കോചിതമായി കൂട്ടിച്ചേരുകയും പിന്നീട് ജയിൽ വാർഡനെ കൊലപ്പെടുത്തിയ ശേഷം സെൻട്രൽ ജയിൽ മറികടന്ന് പോവുകയുമായിരുന്നു. അതീവ സുരക്ഷ ഉള്ള ഒരു ജയിൽ കൂടിയാണ് ഭോപ്പാൽ സെൻട്രൽ ജയിലിലേത്. അതിനാൽ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വെട്ടിച്ച് എങ്ങനെ ഈ ഭീകരർ ജയിൽ ചാടി എന്ന് സംബന്ധിച്ചൊരു സംശയം നിലനിൽക്കുകയാണ്. ഈ ജയിലിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ സഹായം ഈ ഭീകരർക്ക് ലഭിച്ചിരുന്നു എന്നൊരു സൂചനകളാണ് നിലവിൽ ഇപ്പോൾ പോലീസിനും ലഭ്യമായിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം നടക്കുന്നത്. ജയിലിനകത്തുള്ള ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഇവർ ഈ ജയിൽ ചാടിയിട്ടുണ്ടാകാം എന്ന പ്രാഥമിക അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ 8 പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സിമി പ്രവർത്തകരായതിനാലും പിന്നീട് ചില ഭീകര ആക്രമണങ്ങൾക്ക് ആസൂത്രണം നടത്തിയതിനെ തുടർന്നാണ് ഈ 8 പേരെയും പിന്നീട് ഭോപ്പാൽ സെൻട്രൽ ജയിലിലേക്ക് വിചാരണ നടത്തി പാർപ്പിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇവർ ആസൂത്രിതമായി ജയിൽ വാർഡനെ കൊലപ്പെടുത്തിയ ശേഷം ഈ ജയിൽ ചാടിയിരിക്കുന്നത്. അരുൺ, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയാണ്? നിലവിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്? മനു, നിലവിൽ എന്തായാലും ആസൂത്രിതമായി ഭീകരാക്രമണങ്ങളുടെ ഗൂഢാലോചന നടത്തിയതിനും മറ്റുമാണ് ഇവരെ വിചാരണ നടത്തി പാർപ്പിച്ചിരുന്നത്. സിമി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട 8ഓളം കേസുകളും ഇവർക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വിചാരണ നടത്തി ഇവരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ ഈ ഭോപ്പാൽ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ബി ബ്ലോക്കിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതീവ സുരക്ഷ മേഖലയുള്ള ഈ ഭോപ്പാൽ സെൻട്രൽ ജയിലിനകത്തെ വിഭാഗം കൂടിയാണ് ഈ ബി ബ്ലോക്ക്. അതിനാൽ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവരെങ്ങനെ പുറത്തു കടന്നു എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. ഉദ്യോഗസ്ഥരുടെയും മറ്റും ഒരു സഹായമില്ലാതെ ഇത്തരത്തിലൊരു ജയിൽ ചാടൽ അസാധ്യമാണ്. അതീവ സുരക്ഷാ മേഖലയാണ്. അതിനാൽ തന്നെ എങ്ങനെ ഇവർ ഇത് മറികടന്നു എന്നൊരു സംശയം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. 8 പേർക്കുമായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സമീപത്തെ ചില സിമി കേന്ദ്രങ്ങളും മറ്റും ഉദ്ദേശിച്ചുകൊണ്ടും ഉള്ള അന്വേഷണവും തിരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അരുൺ, മനുശങ്കരനാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.